ഹലോ എവരിവൺ, ദിസ് ഇസ് അജ്മൽ അലി പാലേരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. നമ്മുടെ ചെക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങളിവിടെ മേലെ വന്നിട്ട് മലയുടെ മുകളിൽ വന്നിട്ട് ഇവിടെ എല്ലാവരും കൂടെ ഒരു വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ എന്താടാ? മടിച്ചിക്കൻ. അപ്പോൾ മടിച്ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മണ്ണ് കുഴച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിത് കണ്ടു നോക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടില്ല, എല്ലാവരും ഉണ്ട്. ബാക്കിൽ മൻസൂറുണ്ട്, 2 മൻസൂറാളുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പുണ്ട്, പിന്നെ റിയാസ്, റഫീഖ്, മുസജിദ് എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് എങ്ങനെ ഇത് മടിച്ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ മണ്ണ് കുഴച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മളൊരു താഴെ നമ്മൾ കളിമണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പാടത്തുനിന്ന് മണ്ണ് എടുത്തിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതാക്കിയിട്ട് നല്ല കുഴച്ചിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും വണ്ടി എടുത്തിട്ടാണ് പോന്നിട്ടുള്ളത് മേലേക്ക്. ഇതൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, അവിടെ വേറെ സ്ഥലം കാണാം, ഒരു ഉയരമുള്ള സ്ഥലം. അതാണ് ഇത് വെങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഊരകം വെങ്കുളം. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ബാക്കി ഇവിടെ നോക്കാം. അപ്പം മണ്ണൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. അതാണ് മുസജിദ്, മൻസൂർ എല്ലാവരും ഉണ്ട് കേട്ടോ. 3 ചിക്കനാട്ടോ, 3 ഫുൾ ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ 1 2 3. അപ്പോൾ 3 ചിക്കനാണ് നമ്മൾ. 3 ഫുൾ ചിക്കൻ ഇതാ വരഞ്ഞിട്ടുണ്ട്, കത്തി വെച്ചിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല കൂട്ടി വെക്കാം അല്ലേ? മസാലപ്പൊടികൾ അതിട്ട് അതിന് മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി അധികം ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കുറച്ച് വേണ്ടി വരും. പിന്നെ ഉപ്പ് എടുക്കട്ടോ. അപ്പൊ നമ്മള് ഇതോടോ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അത്യാവശ്യത്തിന്. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ചെറുനാരങ്ങയാണ്. മെസ്സേജ് പിഞ്ഞോ നമുക്ക് 2 എണ്ണം കൂടുതലാവൂല. ഞാൻ കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം വേണ്ടി വരും കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ചേർത്താൽ മാത്രമേ നമുക്ക് ശരിക്കും മസാല എല്ലായിടത്തും പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടാ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ഇതാണ്. അത് അത്യാവശ്യത്തിന് വേണം കേട്ടോ, നമുക്ക് അതിൻ്റെ രുചി കിട്ടാനും വേണ്ടിയിട്ട്. ശരിക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഈ ബ്രോയിലർ ആയാലും എന്തായാലും നെയ്യേ ഉരുകാൻ കുറേ ഉണ്ടാവും.
അപ്പോൾ നമ്മൾ വാഴയുടെ ഇലല്ലേ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. കാരണം ഇത് നമുക്ക് ശരിക്കും പൊതിയണം എന്നുണ്ടെങ്കിൽ മടങ്ങണം എന്നുണ്ടെങ്കിൽ കീറാത്ത രീതിയിൽ അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കണം തീയിൽ. അപ്പോൾ നമ്മൾ വാഴൻ്റെ ഇല വാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിക്കന് ഇതിപ്പോൾ എങ്ങനെ വെക്കണ്ടേ? ഇങ്ങനെ നീളത്തിൽ വെക്കലാം, ഇങ്ങനെ വെക്കലാം. പിന്നെ ഇത് നമ്മൾ മടക്കുക കേട്ടോ. നമ്മൾ അലൂമിനിയം ഫോയിൽ ഒരു വാഴൻ്റെ പുറത്തേക്ക് കാല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് പൊതിയാട്ടോ ഈ വാഴയുടെ ഇലയുടെ മുകളിലൂടെ. കുഞ്ഞിപ്പാവ് ശരിക്കും പോയി കുഞ്ഞിപ്പാ കേട്ടോ വാഴൻ്റെ ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ ശരിക്കും പൊതിഞ്ഞെടുക്കുന്ന ഈ സൈഡിലൊക്കെ ഒന്ന് പറഞ്ഞു. മതിയില്ല ചെറിയൊരു പേപ്പർ ചെറുതോഴി കയറിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതോളൂ അലൂമിനിയം ഫോയിൽ വെച്ച് ശരിക്കും അങ്ങോട്ട് പൊതിഞ്ഞെടുത്തു. ഇത് ഫുള്ള് വാഴയുടെ ആദ്യം പൊതിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതോണം അലൂമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞെടുത്ത്. ഇനി അപ്പോൾ നമ്മൾ 3 ചിക്കൻ ഇതേപോലെ ചെയ്യാണ്. 3 ചിക്കൻ ഇതേപോലെ പൊതിഞ്ഞെടുക്കുകയാണ് ആദ്യം. അപ്പോൾ നമ്മൾ ഇത് മണ്ണ് വെച്ചിട്ടേ നന്നായിട്ട് തേമ്പി എടുക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് അപ്പം നമുക്ക് ഇനി ഇതേ ഒരു 1 hour വെയിറ്റ് ചെയ്യണം. 1 hour വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് തീയിലോട്ട് വെക്കാൻ കേട്ടോ. 1 hour വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും പിടിച്ച് നല്ല സെറ്റായി ഈ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയൊന്ന് സെറ്റായിക്കോളും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ മണ്ണിൽ കുഴച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. തീ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീ റെഡി ആയി കഴിഞ്ഞാൽ വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഈ മണ്ണിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ. അപ്പോൾ എന്നിട്ട് ഏകദേശം ഒരു 1 hour ആ തീ കത്തിപ്പിടിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിനി ഇതിപ്പോൾ തീ ഏകദേശം കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അതിൽ തീയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞേമാണിട്ട് വെക്കണേ. അങ്ങനെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനിയിപ്പോൾ 3 ചിക്കനും ഇപ്പം നമ്മൾ ഇത് മണ്ണാക്കി വെച്ചിട്ടുണ്ട് അവിടെ, ബാക്കി 2 കൂടി. പിന്നെ അപ്പോൾ അതുകൂടി ഇതിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തീ കത്തിക്കണം. നമ്മളിപ്പോൾ 2 ചിക്കൻ അതിൽ വെച്ച് മണ്ണൊക്കെ തേച്ച് നമ്മൾ തീയിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ചിക്കൻ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 1 hour നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മണ്ണ് തേച്ച് വെച്ച ചിക്കൻ എടുത്ത് നോക്കാൻ. അപ്പോൾ അതും കൂടി കാണാം. നമ്മളിപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങി. നമുക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റോളമായി ചിക്കൻ അതിൽ വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ. 1 hour നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. സംഭവം ഒരു പരീക്ഷണമാണ്. എന്തായാലും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ഭയങ്കര രസമാണ് സംഭവം. നമ്മൾ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഡിഫറെൻ്റ് തന്നെയാണ് സംഭവം. നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടുന്ന ഒരു രസം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി 1 hour വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ
ഓൾമോസ്റ്റ് 1 hour ആയിപ്പോൾ ഇത് തീ വെച്ചിട്ടുണ്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഈ ചിക്കൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കാം. എന്തായാലും 1 hour ആയിപ്പോൾ നമ്മൾ തീൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇതാ നമ്മൾ തീയൊക്കെ കെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഈ മണ്ണൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3 ചിക്കൻ ഉണ്ടായിരുന്നു നമ്മളിത് ഫുൾ ചിക്കൻ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് ഈ മണ്ണിൽ നിന്ന് ഇത് മാറ്റിയിട്ട് നമ്മളിത് പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം റെഡിയായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരിക്കുക. സമയം രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ ലൈറ്റ് ഇവിടെ കത്തിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. നല്ല ചൂടുണ്ട് തോന്നണം. രണ്ട് നോക്കട്ടെ, പരീക്ഷണമാണ്. ചൂടുണ്ട് കേട്ടോ. കത്തി ഉണ്ടോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡത്തെ ഒരു പീസ് എടുത്തിട്ട് പൊട്ടിക്കുകയാണ്. നല്ല ചൂടുണ്ട്, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കി പെട്ടെന്ന് പൊടിഞ്ഞ് പോന്നിട്ടുണ്ട്. നല്ല ചൂടുകൊണ്ടേ സംഭവം കിടിലൻ ടേസ്റ്റാണ്. നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാട്ടോ. പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കൊടുന്ന് മഡ് ചിക്കനൊക്കെ കൂട്ടി കഴിക്കാനുള്ള ഇതിലാണ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ മഡ് ചിക്കൻ കഴിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഫുഡ് വീഡിയോസ്, ട്രാവൽ വീഡിയോസുമായിട്ടൊക്കെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറയും.